ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ്. ഇന്ന് നമുക്ക് ഇവിടെ ഒരു മാങ്ങ കൊണ്ട് ജാം ഉണ്ടാക്കാം. നമ്മൾ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാതെ മാങ്ങയും പഞ്ചസാരയും മാത്രം ചേർത്താണ് ജാം ഉണ്ടാക്കുന്നത്. നമുക്കത് ചെയ്ത് തുടങ്ങാം. അപ്പം നമ്മൾ ഒരു 2 കിലോയോളം മാങ്ങ എടുത്തിട്ടുണ്ട്. അത് കഴുകി വൃത്തിയാക്കി തൊലിയൊക്കെ നല്ലപോലെ ചെത്തി കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് അത് നല്ലപോലെ മിക്സിയിലിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. തൊലി നല്ലപോലെ ചെത്തിയെടുക്കണം. അപ്പോൾ നമ്മളിത് മിക്സിയിൽ അരയ്ക്കുമ്പോൾ പിന്നെ അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. നല്ലപോലെ ചെത്തിയെടുത്താൽ മതിയാവും. ചെവിട് കട്ടിയുള്ള പാത്രത്തിൽ വേണം നമ്മളിത് തയ്യാറാക്കാൻ. നമുക്കൊരു ഉരുളിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതിൽ നമ്മളിത് നല്ലപോലെ അരച്ചത് ഇതിനകത്ത് എല്ലാം കൂടെ ചേർത്ത് വയ്ക്കാം. നമ്മൾ കുറച്ചിട്ട് മിക്സിയിൽ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് 2-2.5 കിലോയോളം മാങ്ങയുണ്ട്. അപ്പോൾ എത്ര മാങ്ങ എടുക്കുന്നോ അതിൻ്റെ പകുതിയാണ് പഞ്ചസാര ചേർക്കേണ്ടത്. പിന്നെ അതിന് മധുരം നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം. നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ കൂടുതൽ കുട്ടികൾ കഴിക്കും. അപ്പം കൂടുതൽ മധുരം ചേർക്കാത്തതാണ് നല്ലത്. പിന്നെ പഴുത്ത മാങ്ങ എടുക്കുമ്പോൾ നല്ല മാംസമുള്ള മാങ്ങ എടുക്കണം. അധികം നാരുള്ള മാങ്ങ എടുക്കാൻ പാടില്ല. പിന്നെ പുളിയുള്ള മാങ്ങ നല്ലതാണ്. കുറച്ച് പഴുത്തതും കുറച്ച് പുളിയുള്ള മാങ്ങയുടെ ചേരുമ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റ് വരുന്നത്. വെറും മധുരമായിട്ടിരുന്നാൽ ഈ ജാമിന് ഒരു ടേസ്റ്റ് കാണത്തില്ല. നമ്മൾ പുളിക്ക് വേറെ ഒന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് ഒന്നീ പച്ചമാങ്ങ ആയാലും മതിയാവും. ഒരു 1/4 ഭാഗം പച്ചമാങ്ങയും കൂടെ ചേർക്കാം. ഇല്ലെങ്കിൽ പുളിയുള്ള പഴുത്ത മാങ്ങയും ചേർക്കാം. നാരില്ലാത്ത മാങ്ങ വേണം ചേർക്കാൻ. അപ്പോഴാണ് നമുക്കത് ഈസി ആയിട്ട് അരിച്ചൊന്നും എടുക്കാതെ പെട്ടെന്ന് ചെയ്തെടുക്കാം. നമുക്ക് മാങ്ങയുടെ ഒരു പകുതി മതിയാവും പഞ്ചസാര. അപ്പോൾ നമ്മൾ മാങ്ങയുടെ ജ്യൂസും ചേർത്ത് അതിൻ്റെ കൂടെ പഞ്ചസാരയും ചേർത്ത് നല്ലപോലെ ഇളക്കണം. അതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ കൈവിടാതെ നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഒരു 1.5 മണിക്കൂറെങ്കിലും എടുക്കും ഇത് ശരിയായി വരാൻ. അപ്പോൾ നമ്മളിവിടെ ഒരു 1 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. ഇത് നല്ല കട്ടിയായി ടൈറ്റായിട്ട് വരണം. അതാണ് അതിൻ്റെ പാകം. വേറെ ഒന്നും നമ്മൾ ഇതിനകത്തൊരു പ്രിസർവേറ്റീവ്സും ചേർക്കുന്നില്ല. മാങ്ങയുടെ ജ്യൂസും പഞ്ചസാരയും മാത്രമാണ്. ഇപ്പോൾ സ്കൂളിലൊക്കെ തുറക്കുമ്പോൾ കുട്ടികൾക്ക് സ്കൂളിലൊക്കെ കൊണ്ടുപോകാൻ ഇത് നല്ലതാണ്. കുറച്ചും കൂടെ ഇത് ടൈറ്റാവണം. നമുക്ക് കുറച്ച് അധികം ടൈറ്റാവാതെയും കുറച്ച് മാറ്റിയെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് നല്ലപോലെ ടൈറ്റാവണം. നല്ലപോലെ മുറുകി വരാൻ വേണ്ടി കുറച്ച് നേരം കൂടെ ഇളക്കണം. കുട്ടികൾക്ക് ഇത് ഫ്രിഡ്ജിലാണ് നമ്മൾ വെക്കുന്നത്. അപ്പം ഫ്രിഡ്ജിലിരിക്കുമ്പോൾ കൂടുതൽ കട്ടിയായിപ്പോവും. അതുകൊണ്ട് അധികം കുറച്ച് ടൈറ്റായിട്ട് എടുത്താൽ മതിയാകും. ഇത് ദോശയ്ക്കും ചപ്പാത്തിക്കും ഒക്കെ കുട്ടികൾക്ക് കഴിക്കാം. പൊതുവേ നമ്മൾ ജാം ബ്രെഡിൻ്റെ കൂടാണ് കഴിക്കുന്നത്. ഗ്ലൂട്ടൻ അലർജി ഉള്ളവർക്ക് ബ്രെഡ് കഴിക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ ദോശയിലോ ചപ്പാത്തിയിലോ ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് നല്ലപോലെ അത് ടൈറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മതിയാവും. ഇരുന്ന് വീണ്ടും കുറച്ചും കൂടെ കട്ടിയാവും. നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കുക. ഇത് നമുക്ക് കുപ്പിയിൽ ചിൽ ബോട്ടിലിട്ട് തണുക്കുമ്പോൾ ചിൽ ബോട്ടിലാക്കി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഒരു 6 മാസം വരെ ഇത് കേടുകൂടാതെ ഇരിക്കും. നമ്മൾ അധികം ടൈറ്റാക്കാത്തത് ആദ്യം ഉപയോഗിക്കണം. നമ്മളിത് പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്തത് കൊണ്ട് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കണം. നമുക്കിത് കൂടുതൽ നാൾ ഉപയോഗിക്കാൻ പറ്റും. നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ദയവായി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. പലരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത്.